നിങ്ങളുടെ ആഗ്രഹം ഒരു 11 ദിവസം കൊണ്ട് നടത്താനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. 11 ദിവസം 11 തവണ രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നിങ്ങളുടെ ആഗ്രഹം നടന്ന പോലെ എഴുതുക. നിങ്ങൾ ആഗ്രഹിച്ച എന്താണോ അത് നടന്ന പോലെ എഴുതുക. അവസാനം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുക. നിങ്ങൾ ആ സംഭവം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ്, അത് ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ് അല്ല, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു ഇത്രയും നാളായിട്ട് നിങ്ങളിങ്ങനെ നടക്കാതെയൊക്കെ ഇരുന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ നടന്നു കിട്ടിയിരിക്കുന്നത്. ആ കാര്യം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും, നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും, ആ ഫീലിംഗ് അവിടെ കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് അതിന് ശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുക. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം ഹാവിങ് എ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് മാരേജ് ലൈഫ് വിത്ത് ഡാഷ്. പേര് എഴുതുക, ഡാഷിൽ പേര് എഴുതുക. താങ്ക് യു യൂണിവേഴ്സ്. ഇത് 11 ദിവസം 11 തവണ എഴുതുക. കിടക്കുന്നതിന് തൊട്ട് മുന്നേ എഴുതുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ എഴുതാം, നിങ്ങളുടെ ചോയ്സാണ്. യൂസ് റെഡ്, ഗ്രീൻ, ബ്ലൂ പെൻ. ബ്ലാക്ക് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഈ കാര്യം യൂണിവേഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസം നിങ്ങൾ ഈ എഴുതിയ പേപ്പർ കത്തിച്ച് കളയുക. യൂണിവേഴ്സിലേക്ക് അത് വിടുക. അതിൻ്റെ ചാരം യൂണിവേഴ്സിലേക്ക് ഊതി വിടുക. പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ വിട്ടുകൊള്ളുക. പിന്നെ ഇതെങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, ഇത് നടക്കുമോ, ഏത് രീതിയിൽ നടക്കും, ഈ വക നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരാളെ അട്രാക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളെ എപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാതിരിക്കുക, വിളിക്കാതിരിക്കുക, അതുപോലെ തന്നെ DP നോക്കാതിരിക്കുക, സ്റ്റാറ്റസ് നോക്കാതിരിക്കുക. കാരണം ഇങ്ങനെ ഫിയർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നടക്കാൻ ഒരുപാട് ഡിലേ വരും. അപ്പോൾ മാക്സിമം വൈകും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വക ചിന്തകളെല്ലാം ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ബിസി ആവുക. നിങ്ങൾ ജോലിക്ക് പോകുന്നു, പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, കറങ്ങാൻ പോവുക, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ സെൽഫ് ലവ് ചെയ്യുക. മറ്റാരെയും ബോധിപ്പിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ എല്ലാം നമ്മളിലേക്ക് തന്നെ വന്നോളൂടോ. ബി ഹാപ്പി. ഗുഡ് വൈബ്സ്.